ആരം വന്നാലും ഈ ഒരു തർക്കം സ്വാഭാവികമാണ്. അന്നേരം മേജറാണോ ക്യാപ്റ്റനാണോ സോൾജിയറാണോ ആരാണ് പട നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പട വെട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. അല്ല, ഇത് കോൺഗ്രസിന്റെ ഒരു ഹെഡേക്കാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയല്ല, അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദ്വന്ദ്ങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികാര നേതൃത്വത്തിൽ. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു നേതാവ് എന്ന രീതിയിലത്തേക്ക് കോൺഗ്രസിനോട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് വളരെ കുറവാണ്. പക്ഷെ ഞാനിവിടെ വളരെ കൗതുകത്തോടു കൂടിയാണ് ശ്രീ സലീം മടവൂര് പറഞ്ഞിരുന്ന വാദങ്ങളൊക്കെ കേട്ടത്. നമ്മളിപ്പോൾ ഈ അടുത്തിടെ നിലമ്പൂരിലെ പരാജയത്തിന് ശേഷം CPM-ന്റെ ഭാഗത്ത് നിന്ന് പല ക്യാപ്സൂളുകൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡായിരുന്ന ഒരു ട്രോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഇടതുപക്ഷക്കാരനെ നിങ്ങൾ ഇലക്ഷനിൽ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. ഇവിടെ ശ്രീ സലീം മടവൂർ നോക്കൂ, ഈ പറയുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും റിസൾട്ട് എടുത്തിട്ട് ഓരോന്നിനും ഓരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന ഇന്ന കാരണം ഉള്ളത് കൊണ്ട് അവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റി, പാലക്കാട്ട് ഒരു കാരണം, തൃക്കാക്കരയിലും അതേപോലെ പുതുപ്പള്ളിയിലും ചേർത്തൊരു കാരണം, നിലമ്പൂരിലൊരു കാരണം. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും നിങ്ങൾ അല്ലാതെ പരാജയപ്പെട്ടിട്ടുണ്ടോ? ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടാഞ്ഞിട്ട് നിങ്ങളുടെ നയത്തിലെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ തോറ്റിട്ടുണ്ടോ? ഈ 140 മണ്ഡലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാലും ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലാത്ത തെരഞ്ഞെടുപ്പാണെങ്കിലും പ്രിയപ്പെട്ട സലീം മടവൂർ എല്ലാ ഇടതുപക്ഷക്കാരും എല്ലായ്പ്പോഴും പറഞ്ഞ ഇതേ ന്യായമാണ്. അതായത് സാധാരണഗതിയിൽ വോട്ടങ്ങ് നടക്കുകയായിരുന്നെങ്കിൽ ഞങ്ങളാണ് ജയിക്കേണ്ടത്, പക്ഷെ ഇന്ന ഇന്ന കാരണങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ പറഞ്ഞത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അഭിമാനമുണ്ട്, ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ട് പോലും ഞാൻ വാങ്ങിയില്ല എന്ന് ശ്രീ M സ്വരാജ് പറയുകയാണ്. പക്ഷെ ഒരു കൈ കിടക്കുന്നതെന്ന് പറഞ്ഞ PDPയുടെ തോളിലാണ്, മറ്റേ കൈ കിടക്കുന്നത് ഹിന്ദു മഹാസഭയുടെ തോളിലാണ്. എങ്ങനെയത് പറയാൻ കഴിയുക? നമ്മളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും നല്ലവരാണ്, നമ്മുടെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും വർഗീയവാദിയാകും. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വർഗീയവാദി എന്റെ കൂടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനിങ്ങനെ പെട്ടെന്ന് അവന്റെ എല്ലാ കളങ്കങ്ങളും മായച്ചു കളഞ്ഞതിന് ശേഷം എന്റെ ദിവ്യപ്രകാശത്തിൽ അവൻ പെട്ടെന്ന് പുണ്യാളനായി മാറും എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തോറ്റാൽ തോറ്റു എന്ന് പറയുന്നതാണ് ശരിയായ നോക്കൂ, കോൺഗ്രസ്